കൃഷ്ണനെയും ക്രിസ്തുവിനെയും പാളയം പള്ളിയെയും അധിക്ഷേപിച്ച സ്ഥിതിവിവര കണക്ക് വകുപ്പിലെ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി. വിശദീകരണം ചോദിച്ച് ചീഫ് സെക്രട്ടറി. ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ അധിക്ഷേപിച്ച് സ്ഥിതിവിവര കണക്ക് വകുപ്പിലെ മുസ്ലിം ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി. വകുപ്പ് സെക്രട്ടറിയോട് ചീഫ് സെക്രട്ടറി വിശദീകരണം ചോദിച്ചു. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥയ്ക്ക് നേരത്തെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. പ്രമുഖ ചാനൽ വാർത്തയെ തുടർന്നാണ് 2.5 മാസത്തിനു ശേഷമുള്ള വകുപ്പ് തല നടപടി. മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പിലെ ഉദ്യോഗസ്ഥയാണ് അധിക്ഷേപം നടത്തിയതെന്നാണ് ആരോപണം. ജൂലൈ 4-ന് വായനാ ദിനത്തോടനുബന്ധിച്ച് ഡയറക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിലായിരുന്നു ഗുരുതര പരാമർശം. പാളയം ജംഗ്ഷനിൽ യേശുവും കൃഷ്ണനും നബിയും ഗോലി കളിച്ചപ്പോൾ നബി ജയിച്ചു. തോറ്റ കൃഷ്ണനോടും ക്രിസ്തുവിനോടും മുട്ടുവയ്ക്കാൻ നബി ആവശ്യപ്പെട്ടപ്പോൾ കൃഷ്ണൻ മുണ്ടുപൊക്കി കാണിച്ചു. കെട്ടിടത്തിന്റെ മുകളിൽ ഓടിക്കയറിയ ക്രിസ്തു മുണ്ട് പൊക്കല്ലേ എന്ന് ആവശ്യപ്പെട്ടു. ഈ നിൽപ്പാണ് പാളയം പള്ളിക്ക് മുന്നിൽ കാണുന്ന ക്രിസ്തുരൂപം എന്നിങ്ങനെയായിരുന്നു വാക്കുകൾ. അതിനീചവും നിന്ദ്യവുമായ വാക്കുകൾ കേട്ട സദസ്സിലിരുന്നവർ പ്രതിഷേധിച്ചെങ്കിലും ഡയറക്ടർ മൗനം പാലിക്കുകയായിരുന്നു. തുടർന്ന് നിരവധി തവണ സഹപ്രവർത്തകർ ഉദ്യോഗസ്ഥയ്ക്കെതിരെ പരാതി നൽകിയെങ്കിലും നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറായില്ല. തുടർന്ന് ഉദ്യോഗസ്ഥയ്ക്കെതിരെ NGO സംഘ് ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർക്ക് പരാതി നൽകി. പിന്നാലെയാണ് ഡയറക്ടർ വിശദീകരണം ചോദിച്ചത്. എന്നാൽ ഇതുവരെ ഉദ്യോഗസ്ഥ വിശദീകരണം നൽകിയിട്ടില്ല എന്നാണ് വിവരം.